അതില്ല മറ്റുള്ള ജനങ്ങൾ പറയണേ, നിങ്ങൾ കുറച്ചുപേര് ഇങ്ങനെയും പറയുന്നുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് കൂവിയില്ല, ഞങ്ങൾ ഇത്ര ആൾക്കാർ കൂവിയില്ല, അതാണ് ഇതാണെന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ കൂവാതിരുന്നത്, നമ്മൾ കൂവി കഴിഞ്ഞിട്ട് വേറെ മനുഷ്യരാണെങ്കിൽ അവർ നമ്മളെ തീർച്ചയായിട്ടും കൊല്ലും. കാരണം ഞങ്ങൾ 3 പെണ്ണുങ്ങളല്ലേ, നമുക്ക് എന്ത് പിടിച്ചു നിൽക്കാൻ പറ്റും അവരുടെ മുന്നിൽ. അത് കാരണമാണ് നമ്മൾ തിരിച്ചു പോവാതിരുന്നത്. ചുറ്റിലും ആനകൾ, കൂരാക്കൂര ഇരുട്ട്. ആ രാത്രി ഒരിക്കലും മറക്കില്ലെന്ന് കുട്ടമ്പുഴയിലെ കാട്ടിൽ അകപ്പെട്ട് പുറത്തു വന്ന മൂവർ സംഘം പറഞ്ഞു. രാത്രി മുഴുവൻ പേടിച്ചാണ് പാറയിലിരുന്നത്. കുട്ടമ്പുഴയിൽ പശുവിനെ തിരഞ്ഞ് കാട്ടിനുള്ളിൽ വഴിതെറ്റിയ ആ സമയത്ത് ആന ആക്രമിക്കാൻ ഓടിച്ചതായി രക്ഷപ്പെട്ട സ്ത്രീകൾ പറഞ്ഞു. നിങ്ങളിങ്ങനെ പോവാനുണ്ടായ കാരണം കാട്ടിലേക്ക് പശുവിനല്ലേ? പശുവൊക്കെ പോയിട്ട് എത്ര ദിവസമായിരുന്നു? പശുവാണല്ലേ? കറക്കാൻ വേണ്ടി ആ സമയത്ത് കാണാണ്ടായി കഴിഞ്ഞപ്പോ ഉച്ചയ്ക്ക് കർമ്മത്തയച്ചു വിട്ടതാ. അപ്പൊ രാവിലെ കറക്കാൻ പറ്റിയില്ല, ഉച്ചയ്ക്ക് കറക്കാൻ പറ്റില്ല. അങ്ങനെ പോയതാണല്ലേ? അപ്പൊ മറ്റേ ആ ചേച്ചിയുടെയാണ് പശു. ആ ചേച്ചി സുമതി, എന്താ പേര്? മായ ചേച്ചിയുടെ പശു. അവരുടെ വരുമാനം എന്ന് പറയുന്നത് പാറപ്പുറത്ത് കയറിയാണ് രക്ഷപ്പെട്ടതെന്നും ചുറ്റിലും നിന്ന് ആന ബഹളമുണ്ടാക്കിയതോടെ വ്യാഴാഴ്ച രാത്രി മുഴുവൻ അനങ്ങാതെ ഇരുന്നു. പശുവിനെ തെരഞ്ഞു പോയപ്പോൾ ചെക്ക് ഡാം വരെ വഴി നിശ്ചയമുണ്ടായിരുന്നു. പിന്നീടാണ് വഴി തെറ്റിയതെന്ന് പാറക്കുട്ടി പറഞ്ഞത്. മുന്നോട്ടു പോകേണ്ട ഞങ്ങൾ പിന്നോട്ടു പോയി, അങ്ങനെയാണ് വഴിതെറ്റിയത്. വ്യാഴാഴ്ച രാത്രി മുഴുവൻ ഉറങ്ങിയിട്ടില്ല, പ്രാർത്ഥിക്കുകയായിരുന്നു. ചേച്ചിമാരുടെ അടുത്തൊക്കെ പോയി, അവരൊക്കെ എന്ന് പറയുന്നത് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നതാണെന്നാണ്. ഷുഗറിന്റെ ലെവലൊക്കെ കുറഞ്ഞു അല്ലേ? ഈ ചേച്ചിക്കാണ് ബുദ്ധിമുട്ടുള്ളത്, ഷുഗർ ഒക്കെ ടെൻഷൻ അടിക്കണ്ട. ഇവിടെ വരെ നമ്മൾ എത്തിയില്ലേ, നമ്മുടെ മക്കളുടെ അടുത്ത്, നമ്മുടെ അമ്മയുടെ അടുത്ത്, ഭർത്താവിൻ്റെ അടുത്തൊക്കെ നമ്മൾ എത്തി. അപ്പോൾ അതുകൊണ്ട് ടെൻഷനൊന്നും അടിക്കണ്ട. രാവിലെ 11 മണിക്ക് പോയതാണല്ലേ? ആ ചേച്ചിയുടെ ആയിരുന്നു, മായ ചേച്ചിയുടെ ആയിരുന്നു പശു. എങ്ങനെയുണ്ടായിരുന്നു അവിടുത്തെ അനുഭവമൊക്കെ? അനുഭവമൊക്കെ പേടിപ്പെടുത്തുന്ന അനുഭവമായിരുന്നു. ആണല്ലേ? കാട്ടിൽ കയറി ആന ഞങ്ങൾ ഓടിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് പോകില്ല. പക്ഷെ ആന വന്നു പോകുന്ന പറഞ്ഞത്, വാഴയൊക്കെ. പക്ഷെ ആരും ഉപദ്രവിച്ചിട്ടൊന്നുമില്ല അതെന്ന് പറഞ്ഞ്. പക്ഷെ അവിടെ നിങ്ങൾ എല്ലാവരും പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞങ്ങള് ഒച്ച ഉണ്ടാക്കിയപ്പോ നിങ്ങൾ എന്തുകൊണ്ടാണ് ഒച്ച ഉണ്ടാക്കാഞ്ഞെന്ന്. പിന്നെ കൈ കൊണ്ട് ഇങ്ങനെ വലിച്ചു ചാടിക്കാൻ എത്തൂലെങ്കിൽ രക്ഷപ്പെട്ടു. ഇത് രണ്ടും ഇല്ലാത്തതിന്റെ പേരിൽ. പക്ഷെ അതിന് വേറെ ഒരു സംശയം ഉണ്ടാവുകയെ, കാരണം അതിനെ ഉപദ്രവിക്കാം. അതല്ല, ഈ മനുഷ്യന്റെ മണം അവർക്കറിയാം, ആനക്കറിയാൻ പറ്റും. പെണ്ണുങ്ങളെ മണം പ്രത്യേകിച്ച് അറിയാം. അതിപ്പോ ഡാർലി സ്റ്റീഫൻ എന്ന് പറഞ്ഞ ചേച്ചി, മലമൂലിൽപ്പെട്ട ചേച്ചിയുടെ വീട്ടിൽ സന്ദർശനം കഴിഞ്ഞ് നിൽക്കുകയാണ്. ശരിക്കും അവര് നല്ലൊരു ഭീതിയിലായിരുന്നു ഈ ഒരു സംഭവം കഴിഞ്ഞിട്ട്. ശരിക്കും ഇപ്പോഴും മനസ്സിൻ്റെ ധൈര്യമൊന്നും ആയിട്ടില്ല. പിന്നെ എല്ലാവരും വന്ന് ആശ്വസിപ്പിച്ചൊക്കെ പോകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളും വന്ന് 3 വീട് സന്ദർശിച്ചു. ഈ ഏരിയ കാരണം കാടായതുകൊണ്ട് ഞങ്ങൾക്ക് കയറാൻ പറ്റില്ല. കുറച്ചൊരു ഭാഗം ഞങ്ങളത് കണ്ടു. ഞങ്ങൾ NFPRൻ്റെ പേരിൽ ഇവരെ ഞങ്ങൾ പ്രശംസിക്കുകയാണ് ചെയ്തത്. കാരണം ഈ അർദ്ധരാത്രിയിൽ ഒറ്റയ്ക്ക് ഈ ഒരു 3 സ്ത്രീകൾ ഇവർ കാണിച്ച ഈ ഒരു മനസ്സിന് ഞങ്ങൾ ഇവരോട് നന്ദി പ്രകാശിപ്പിക്കണം. ഒന്നും പറ്റില്ല. പുരയുടെ അത്രം വലിപ്പമുള്ള പാറയുടെ മുകളിൽ കയറിയാണ് ഇരുന്നത്. ആനക്ക് പിടിക്കാൻ കഴിയുന്നതിലും അകലെയായിരുന്നു. ആന പിടിക്കാൻ വന്നാൽ മാറാനുള്ള സൗകര്യം പാറയുടെ മുകളിൽ ഉണ്ടായിരുന്നു. അടുത്ത് ആളിരുന്നാലും കാണാൻ കഴിയാത്ത അത്രയും കൂരിരുട്ടായിരുന്നു. അടുത്ത് ആളുണ്ടോ എന്ന് തപ്പി നോക്കേണ്ട അവസ്ഥയായിരുന്നു. രാത്രി 2 മണിവരെ ചുറ്റിനും ആനയുണ്ടായിരുന്നു. വഴിതെറ്റി നടന്നു പോകുന്നതിനിടെ ആന ഓടിച്ചിട്ടു. ഒരു മരത്തിന്റെ പിന്നിൽ ഞങ്ങൾ 3 പേരും മറിഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് മറ്റേ ആനയൊക്കെ ആയിരുന്നു, ഇരുട്ടായി. ആനയായിരുന്നു അപ്പടി. ആനയും ഇതൊക്കെ ആയിരുന്നു നമുക്ക് പിന്നെ ജീവൻ നഷ്ടപ്പെടുന്നുള്ളൊരു പേടിയുണ്ട്. അപ്പൊ ഇത് എവിടെയാണ് നിങ്ങൾ ഇരുന്നത്? നിങ്ങൾ അർക്കമുത്തി എന്ന് പറഞ്ഞ ആ പാറയിലാണ് കയറിയിരുന്നത്. എന്നാ ശരിക്കും പേടിച്ചില്ലായിരുന്നോ? പേടി കണ്ടില്ല. വീടിന്റെ കാര്യം ഓർത്തിട്ട് നമ്മള് സുരക്ഷിതമായ ഒരു പാറയുടെ മേളിൽ ആനയൊന്നും പിടിച്ചെത്തില്ല. മൊബൈലിന് റേഞ്ച് ഒന്നും ഉണ്ടായില്ല അല്ലേ? ഒരു റേഞ്ച് ഉണ്ടായില്ല, അവിടെ ചെന്നപ്പോ റേഞ്ചില്ല. അതുവരെ റേഞ്ച് ഉണ്ടായിരുന്നു. ഞങ്ങള് പാർച്ചേസിനൊക്കെ ഉണ്ടായിരുന്നു. ചേച്ചിക്ക് ഷുഗറൊക്കെ ലോ ആയി എന്ന് പറഞ്ഞു. എന്തായാലും ഭാഗ്യമുണ്ട് അല്ലേ? അപ്പൊ നിങ്ങളവിടെ ഉണ്ടെന്നുള്ളത് ആനക്ക് മനസ്സിലായോ? നമ്മുടെ ചൂരും ഒരു ഇതൊക്കെ ആനക്ക് കിട്ടുമല്ലേ. അപ്പൊ അവര് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇറങ്ങി അത് അവിടെ കയറി പറ്റേണ്ട വന്നതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് തിരിച്ചു പോരാൻ പറ്റാതെ ആന കാരണം. ആന ഒന്നും മാറും എടുക്കും ഒന്നും ചെയ്യാത്ത. പിന്നെ മറ്റുള്ള മൃഗങ്ങളും ഒക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് അവിടെ നിന്ന് തിരിച്ചു പോരാൻ പറ്റാതെ.
അപ്പം നമ്മള് ഇതിന് സുരക്ഷിത ജീവൻ നിലനിർത്തണമല്ലോ, അതിനുള്ള സുരക്ഷിത എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പാറ കയറിയിരിക്കാനായി. അങ്ങനെ ഞങ്ങൾ ഒരു 6:45 അവിടെ കയറി പറ്റി. നേരം വിളിക്കുമ്പോൾ പോകാമെന്ന് വിചാരിച്ചു. ഇന്നല്ലേ എത്തിയത്? ഇന്ന് എത്ര മണിയായപ്പോ ഇവിടെ എത്തി? ഇന്ന് രാവിലെ തന്നെ എത്തിന്ന് തോന്നുന്നു. രാവിലെ തന്നെ എത്തിയല്ലേ? എത്ര മണിയായി ആള് നമ്മൾ എത്തുമ്പോ? അതുവരെ ഒരു തുള്ളി ജലം പോലും ഇല്ലാണ്ട് ടെൻഷനായിരുന്നു പോകുന്നത്. അപ്പൊ ഈ ആന ഈ പരിസരത്തൊക്കെ ഇറങ്ങാറുണ്ടോ? ഉണ്ട്, നമ്മുടെ പറമ്പിൽ ഇവിടെ ഉപദ്രവിക്കോ നിങ്ങളെ? നമ്മളിതുവരെ ഉപദ്രവിച്ചില്ല. ഓടിക്കുകയൊക്കെ ചെയ്യും ആൾക്കാരെ. നമ്മൾ ഓടിക്കുമ്പോൾ നമ്മളെ തിരിഞ്ഞു ഓടിക്കും. പിന്നെ വാഴ, നമ്മുടെ അടിക്കാൻ മരം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നശിപ്പിക്കും. ആ ചേച്ചിനോട് ചോദിച്ചപ്പോ ചേച്ചി പറഞ്ഞു ഇവിടെയൊക്കെ വരാറുണ്ട്, പക്ഷെ നമുക്കൊന്നൊരു ഉപദ്രവവും ഇല്ല. അത് വാഴയൊക്കെ അങ്ങനെ മറിച്ചിട്ടിട്ട് പിന്നെ നമ്മൾ ഒന്ന് ഓടിക്കുമ്പോൾ ഒന്ന് തിരിഞ്ഞു വെക്കും, ഒന്ന് കൂവി കുറിച്ചൊക്കെ തിരിഞ്ഞു വെക്കും. നമ്മൾ കണ്ട പടക്കടിച്ചാൽ പിന്നെ പോസ്റ്റ്. അത് മനുഷ്യരും അങ്ങനെയാണ്. നമ്മളെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വരുമ്പോ നമ്മള് കയർത്തില്ലെങ്കിൽ അവര് ഇങ്ങോട്ട് കയറുമല്ലോ. പക്ഷെ നമ്മൾ കൂവാതിരുന്നത്, നമ്മള് കൂവി കഴിഞ്ഞിട്ട് എന്റെ വേറെ മനുഷ്യരാണെങ്കിൽ അവർ നമ്മൾ തീർച്ചയായിട്ടും തോന്നും. കാരണം ഞങ്ങൾ 3 പെണ്ണുങ്ങളല്ലേ, നമുക്ക് എന്ത് പിടിച്ചേക്കാൻ പറ്റും അവരുടെ മുന്നിൽ. അത് കാരണമാണ് നമ്മൾ തിരിച്ചു പോകാതെ. രാത്രിയിൽ വനത്തിൽ ഉച്ചത്തിൽ പേര് വിളിച്ച് തെരച്ചിലിടെ വിളിക്കുന്നത് കേട്ടിരുന്നു. എന്നാൽ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ട് മൂവരും തിരിച്ചു മറുപടി പറയാതെ മിണ്ടാതിരിക്കുകയായിരുന്നു. നായാട്ട് സംഘമായിരിക്കുമോ എന്ന് ഭയപ്പെട്ടു. മാളോക്കുടി മായാജയൻ, കാവുംപടി പാറുക്കുട്ടി കുഞ്ഞുമോൻ, പുത്തൻപുര ഡാർലി സ്റ്റീഫൻ എന്നിവരാണ് വഴിതെറ്റി കാട്ടിൽ കുടുങ്ങിയത്. മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ മായയുടെ മകൾ ഉൾപ്പെടെയുള്ള സംഘമാണ് കുട്ടമ്പുഴ വനത്തിനകത്ത് 6 കിലോമീറ്റർ അകലെ അറക്കമുത്തി എന്ന സ്ഥലത്ത് നിന്ന് മൂവരെയും കണ്ടെത്തിയത്. NFPR മനുഷ്യാവകാശ സംഘടന എറണാകുളം ജില്ലാ സെക്രട്ടറി സുനിത നൌഷാദ്, ബുഷറ, നവാസ് എന്നിവർ കോതമംഗലത്തെ ആ വീട്ടിലെത്തി കുടുംബങ്ങൾക്ക് ആശ്വാസം പകർന്നു.